ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര മഴയാണ് കേട്ടോ. അതിൻ്റെ കൂടെ എൻ്റെ മോൻ അമ്പാടിക്ക് നല്ല പനിയുമുണ്ട്. അതുകൊണ്ട് ഇന്ന് കഞ്ഞിയും കുരുമുളക് ഇട്ട് ഒരു വൻപയർ കൂട്ടും ചെയ്യാമെന്ന് വിചാരിച്ചു. അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കഞ്ഞി വെക്കാനായിട്ട് നമുക്ക് കലത്തിൽ വെള്ളം എടുത്ത് അടുപ്പത്തോട്ട് വെക്കാം. ഞാനിന്ന് വിറകടുപ്പിലാണ് കഞ്ഞി വെക്കുന്നത്. വെള്ളം അവിടെ നിന്ന് തിളയ്ക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് വൻപയർ വെച്ചത് കൂട്ടുണ്ടാക്കാൻ വേണ്ടി വൻപയർ എടുത്ത് പാത്രത്തിലേക്ക് ഇടാം. എന്നിട്ട് നല്ലതുപോലെ വൻപയർ കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ കുക്കറിലാണ് വൻപയർ വേവിച്ചെടുക്കുന്നത്. വൻപയർ നല്ലതുപോലെ ഇടഞ്ഞ് വാരി നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കല്ലോ അഴുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇടഞ്ഞ് ഇടുന്നത് കേട്ടോ. പയറിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കറിനകത്ത് അടുപ്പിലേക്ക് വെക്കാം. നമ്മൾ കഞ്ഞിക്ക് വെച്ച വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് അരി നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത അരി നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഒരു തവി എടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കല അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴേക്കും നമ്മൾ അടുപ്പത്ത് വെച്ചിരുന്ന വൻപയർ നല്ലവണ്ണം റെഡിയായി വരുന്നുണ്ട്. വൻപയർ വേണ്ട തേങ്ങ നമുക്ക് തിരികെ എടുക്കാം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന വൻപയർ കുരുമുളക് ചേർത്തിട്ടൊരു വൻപയർ കൂട്ടാണ്. നമുക്ക് വൻപയർ കൂട്ടിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ എടുക്കാം. കുറച്ച് കുരുമുളക്, 2-3 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, തേങ്ങ, അതിൻ്റെ കൂടെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ അടത്തിയിട്ട് നമുക്ക് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാവേ. ചതച്ചെടുത്ത തേങ്ങ നമുക്ക് വൻപയറിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പയറിന് വേണ്ടി നമുക്കൊന്ന് കടുക് താളിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാവേ. കുറച്ച് കറിവേപ്പിലയും കൂടി ഊരിയിട്ട് നല്ലതുപോലെ ഒന്ന് താളിച്ചെടുക്കാവേ. ഇതിലേക്ക് നമുക്ക് വൻപയർ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. കൂട്ടുകാരെ, ഇങ്ങനൊരു വൻപയർ കൂട്ട് നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. കുരുമുളക് ചേർത്തേക്കുന്നതുകൊണ്ട് നല്ല ഒരു മണവും നല്ല രുചിയുമാണ് കേട്ടോ. കഞ്ഞിയുടെ കൂടെ പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ നല്ല ഉഷാറല്ലേ കഞ്ഞി കുടിക്കാൻ. അതുകൊണ്ട് ഞാനിവിടെ 2-3 പപ്പടവും കൂടി വറുത്തെടുക്കുന്നുണ്ട്. കഞ്ഞിയും വൻപയർ കൂട്ടും പപ്പടവും ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കഞ്ഞിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് പാത്രത്തിലേക്ക് വിളമ്പിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാനൊരു മാമ്പഴ അച്ചാറും കൂടെ എടുത്തിട്ടുണ്ട്. അത് നേരത്തെ ഞാൻ ചെയ്ത് വെച്ചിരുന്നതാണ് ഈ അച്ചാർ. മാമ്പഴത്തിൻ്റെ സീസണൊക്കെ ആയപ്പോൾ ചെയ്ത് വെച്ചതാണ്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. മധുരവും ഉപ്പും പുളിയും ഉലുവാപ്പൊടിയുടെ കയ്പും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു ഫ്ലേവറാണ് ഈ അച്ചാറിന്. കൂട്ടുകാർക്ക് മാമ്പഴമൊക്കെ ഇതുപോലെ മാമ്പഴത്തിൻ്റെ സീസൺ സമയത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇന്നത്തെ പ്രഭാത ഭക്ഷണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോ എല്ലാം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തവർക്കെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഇനി എന്നെ ഈ വീഡിയോ എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുമല്ലോ. എൻ്റെ ഈ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെല്ലാം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ.
കൂടാതെ എൻ്റെ ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.